നമസ്കാരം. സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ പ്രീവിയസ് ആയിട്ട് 2024-25 വർഷങ്ങളിൽ നടന്ന PSC എക്സാമുകളിൽ ചോദിച്ച കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലെ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അടുത്ത ഒരു 10 ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. രണ്ടാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. കെടാവിളക്ക് പദ്ധതി 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണെന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം: ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം: യോഗ്യശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഓർത്തിരിക്കുക, യോഗ്യശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ആരോഗ്യ കിരണം പദ്ധതിയുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. ഓർത്തിരിക്കുക, ആരോഗ്യ കിരണം പദ്ധതിയുടെ പ്രായപരിധി 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി പല വിധത്തിൽ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഓർത്തിരിക്കുക. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി. അടുത്ത ചോദ്യം: തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ലക്ഷ്യം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യ മുക്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. അടുത്ത ചോദ്യം: പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. അടുത്ത പ്രീവിയസ് ചോദിച്ച 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്